ഗമജുബ, നമുക്കിന്നൊരു ക്രീമി ചിക്കൻ മഷ്റൂം സ്പെഗറ്റി ഉണ്ടാക്കിയാലോ? ഞാനിന്ന് പാസ്ത ഡി റിസി എന്ന ബ്രാൻഡിന്റെ സ്പെഗറ്റിയാണ് യൂസ് ആക്കുന്നത്. അതൊരു പാൻ എടുത്ത് അതിലേക്ക് വെള്ളം ഒഴിച്ച് അതിനകത്ത് എണ്ണയും കുറച്ച് ഉപ്പും ഒഴിച്ച് ഈ സ്പെഗറ്റി വേവിക്കാനായി ഗ്യാസിൽ വെച്ചു. സ്പെഗറ്റി വെന്ത് വരുന്ന സമയം കൊണ്ടിട്ട് ഞാൻ ചിക്കൻ മാരിനേറ്റ് ചെയ്ത് വെച്ചു. അപ്പോഴേക്ക് സ്പെഗറ്റി വെന്തു വന്നു. പിന്നെ അതിന്റെ സ്റ്റോക്ക് വെള്ളം നമ്മൾ ഒരു ഗ്ലാസ്സിലെടുത്ത് മാറ്റി വെക്കണം, അത് കളയരുത്, പിന്നീട് ആവശ്യം വരും. പിന്നെ നമുക്ക് വെജിറ്റബിൾസ് ആവശ്യമായിട്ടുള്ള മഷ്റൂം, ഗാർലിക്, സവോള, പിന്നെ ക്യാരറ്റ് എന്നിവ ചോപ്പാക്കി വെച്ചു. ഇനി ഒരു പാൻ എടുത്ത് പാൻ ചൂടായി വരുമ്പോഴത്തേക്ക് അതിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ച് നമ്മൾ ചോപ്പ് ചെയ്ത് വെച്ചിരിക്കുന്ന ഗാർലിക് ആദ്യം അതിലേക്ക് ഇടുക. എന്നിട്ട് അത് നല്ല രീതിക്ക് സോട്ട് ചെയ്യണം. ഗാർലിക്കിന്റെ കളർ ബ്രൗൺ ആകുമ്പോഴത്തേക്ക് നമ്മൾ അതിലേക്ക് ചോപ്പ് ചെയ്ത് വെച്ചിരിക്കുന്ന ക്യാരറ്റ് ഓണിയനും കൂടെ ചേർക്കുക. കുറച്ച് ഉപ്പ് ഇടാൻ മറക്കല്ലേ. എന്നിട്ട് അടപ്പ് മൂടി വെക്കുക. ഇടയ്ക്കിടയ്ക്ക് തുറന്ന് വെന്തെന്ന് നോക്കുക. വെന്ത് കഴിയുമ്പോൾ നമ്മൾ അതിലേക്ക് ചോപ്പ് ചെയ്ത് വെച്ചിരിക്കുന്ന മഷ്റൂം കൂടെ ചേർക്കുക. പിന്നെയും ലിട്ട് വെച്ച് അടച്ചു വെച്ച് കുറച്ചു നേരം നന്നായിട്ട് വേവിക്കുക. അത് വെന്ത് വരുമ്പം നമുക്കിനി അതിലേക്ക് മസാലപ്പൊടികൾ ചേർക്കാം. ആവശ്യത്തിലധികം കുരുമുളക്, പിന്നെ കുറച്ച് ചില്ലി ഫ്ലേക്സ്, പിന്നെ കുറച്ച് ഒരിഗാനോ എന്നിവ ചേർത്ത് നന്നായിട്ട് ഇളക്കുക. മസാലയുടെ പച്ചമണം മാറി വരുമ്പം നമ്മളിന്ന് മാറ്റി വെച്ചിരുന്ന സ്റ്റോക്ക് വെള്ളം അതിലേക്ക് ഒഴിക്കുക. എന്നിട്ട് നന്നായിട്ട് മിക്സ് ആക്കി അടച്ചു വെച്ച് വേവിക്കാനായിട്ട് വെക്കുക. ഈ സമയം കൊണ്ടിട്ട് നമ്മൾ മുമ്പ് മാരിനേറ്റ് ചെയ്ത് വെച്ചിരുന്ന ചിക്കൻ വറുത്തെടുക്കുക. ഇത് തിളച്ചു വരുമ്പോഴത്തേക്ക് നമ്മൾ അതിലേക്ക് മുമ്പ് വേവിച്ച് വെച്ചിരുന്ന സ്പെഗറ്റി ഇടുക. എന്നിട്ട് എല്ലാം കൂടെ നല്ല രീതിക്ക് മിക്സ് ആക്കുക. എല്ലാം നല്ല രീതിക്ക് മിക്സ് ആയി വരുമ്പോൾ നമ്മൾ മുമ്പ് വറുത്ത് ചെറിയ ക്യൂബായിട്ട് അരിഞ്ഞു വെച്ചിരുന്ന ചിക്കൻ അതിലേക്ക് ചേർക്കുക. എന്നിട്ട് വീണ്ടും നല്ല രീതിക്ക് ഇളക്കുക. ഇനി നമ്മൾ അതിലേക്ക് കുറച്ച് പാലാണ് ഒഴിക്കുന്നത്. പാലില്ലെങ്കിൽ ക്രീമാണിലും ഒഴിക്കുക. എന്നിട്ട് വീണ്ടും നല്ല രീതിക്ക് ഇളക്കുക. പിന്നെ കുറച്ച് ചില്ലി ഫ്ലേക്സും പിന്നെ 2 ഷീറ്റ് ചീസും ഞാൻ ഇതിലേക്ക് ആഡ് ആക്കുന്നുണ്ട്. എന്നിട്ട് ഒരു ലിഡ് എടുത്ത് അത് അടച്ചു വെക്കുക. നമ്മുടെ ഈ ചീസ് എല്ലാം നല്ല രീതിക്ക് മെൽറ്റായി വരണം. ചീസ് മെൽറ്റായി വരുമ്പോൾ നമ്മൾ വീണ്ടും നല്ല രീതിക്ക് അടിയിൽ നിന്ന് ഇളക്കുക. അങ്ങനെ എല്ലാം സെറ്റായി വരുമ്പോൾ നമ്മുടെ അടിപൊളി ക്രീമി ചിക്കൻ മഷ്റൂം സ്പെഗറ്റി ഇവിടെ റെഡിയായി. നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ. അപ്പം ഇന്ന് അത്രയേ ഉള്ളൂ. മസലമാ.